ഹലോ ഫ്രണ്ട്സ്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് UT അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ഡ്യൂ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഫോറസ്റ്റ് ഗാർഡ് എന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റ് ലെവൽ 3 പോസ്റ്റാണ്. സാലറി വരുന്നത് 21,700 to 69,100 പ്ലസ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന എല്ലാവിധ അലവൻസും ഇതിന് കിട്ടുന്നതായിരിക്കും. 2 ഡിസ്ട്രിക്റ്റിലായിട്ടാണ് പോസ്റ്റ് അലോക്കേഷൻ ചെയ്തിട്ടുള്ളത്. 11 പോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ദമൻ ആൻഡ് ദ്യൂവിലും 42 പോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലുമായിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫോറസ്റ്റർ പോസ്റ്റാണ്. ലെവൽ 5 ഈ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. സാലറി പാക്കേജ് വരുന്നത് 29,200 to 92,300 പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അലവൻസും ഇതിന് ലഭിക്കുന്നതാണ്. ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത് 18 ഇയേഴ്സും 27 ഇയേഴ്സിനും ഇടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഗവൺമെൻറ് സർവൻറ്റിന് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. നോക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ഗാർഡ് പോസ്റ്റ് അലോക്കേഷനാണ്. നമ്പർ ഓഫ് പോസ്റ്റ് ജനറൽ 3, OBCയിൽ 2, SCയിൽ 2, ST കാറ്റഗറി 2, EWS എക്കണോമിക്കലി വീക്കർ സെഷൻ 1 പോസ്റ്റാണ്. ടോട്ടൽ അങ്ങനെ 9 പോസ്റ്റ്. അത് ദാമൻ ആൻഡ് ദ്യൂവിലാണ് പോസ്റ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ജനറൽ 1, OBC 1, ST 0. ടോട്ടൽ 2 പോസ്റ്റാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിൽ വരുന്നത്. 9 പോസ്റ്റാണ് എക്സിസ്റ്റിംഗ് വേക്കൻസി. അതുപോലെ തന്നെ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുള്ള പോസ്റ്റ് നമ്പർ ഓഫ് പോസ്റ്റ് ജനറൽ കാറ്റഗറിയിൽ 7, OBC കാറ്റഗറിയിൽ 4, SC കാറ്റഗറി 1, STയിലാണ് കൂടുതൽ പോസ്റ്റ് ഉള്ളത്, 13. ഈ എക്കണോമിക്കലി വീക്കർ സെഷൻ 8. ടോട്ടൽ 33 പോസ്റ്റ് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, ഇനി വരാൻ പോകുന്ന വേക്കൻസി എന്തെങ്കിലും റിട്ടയർമെൻറ്റോ ഏതെങ്കിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണത്. ജനറൽ കാറ്റഗറിയിൽ 5, ST കാറ്റഗറിയിൽ 4. ടോട്ടൽ 9 പോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. +2 ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിലിനും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. മെയിലിനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ST കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് ആണ്. 158 സെൻറ്റിമീറ്റർ ആണ്. നോർമൽ 76 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് എക്സ്പാൻഡഡ് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്റർ. അതർ ദാൻ ST കാൻഡിഡേറ്റിന് 163 സെൻറ്റിമീറ്റർ, 79 സെൻറ്റിമീറ്റർ, അത് എക്സ്പാൻഡ് ചെയ്ത് 84 സെൻറ്റിമീറ്റർ വരെ പോകണം. ഫീമെയിലിന് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ST കാൻഡിഡേറ്റിന് 142 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് വരുന്നത് 71 to 76 ആണ്. അതർ ദാൻ ST കാൻഡിഡേറ്റ് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 74 to 79 ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വാക്കിംഗ് ടെസ്റ്റാണ്, വിച്ച് മീൻസ് എൻഡ്യൂറൻസ് ടെസ്റ്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ റിക്രൂട്ട്മെൻറ്റുകളിലും പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വാക്കിംഗ് ടെസ്റ്റ്. വാക്കിംഗ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ് എല്ലാ റിക്രൂട്ട്മെൻറ്റിനും. 25 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് മെയിലിനും, ഫീമെയിലിന് 14 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടും വാക്കിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 25 കിലോമീറ്റർ നടന്നാലും ഓടിയാലും 4 മണിക്കൂർ കൊണ്ട് തീർത്താൽ മതിയാവും. സെലക്ഷൻ കിട്ടിയ കാൻഡിഡേറ്റ്സ് ഫോറസ്ട്രി ട്രെയിനിങ് കോഴ്സ് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഓരോ വർഷം ലഭിക്കുന്ന ഇൻക്രിമെൻറ്റ് പിന്നീടുള്ള വർഷങ്ങൾ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് മാൻഡേറ്ററി ആണ്.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറസ്റ്റർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. +2 എസെൻഷ്യലാണ്. അതുപോലെ തന്നെ 50% മാർക്ക്, അറ്റ്ലീസ്റ്റ് 50% മാർക്ക് +2 വേണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് സെയിം ആസ് ഫോറസ്റ്റ് ഗാർഡ്. മെയിലിനും ഫീമെയിലിനും സെയിം ആണ്. ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോലെ തന്നെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും വാക്കിംഗ് ടെസ്റ്റും ഫോറസ്റ്റ് ഗാർഡിൻ്റെ അതേ സ്പെസിഫിക്കേഷനാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 25 kilometers within 4 hours for male, 14 kilometers within 4 hours female. ദമൻ ഡ്യൂ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 5th August 2024 ആണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 3rd September 2024 ആണ്. 5 മണിക്ക് മുമ്പായിട്ട് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ 2 ആപ്ലിക്കേഷനും ഫോറസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റർ 2 ആപ്ലിക്കേഷനും ഈ സെയിം ഡേറ്റിലാണ് വരുന്നത്. എക്സാമിനേഷൻ ആയിരിക്കും. ഫിസിക്കൽ എക്സാമിനേഷൻ, ചിൽഡ്രൻ ടെസ്റ്റും ക്വാളിഫൈ ചെയ്താലേ CBT എക്സാമിന് കയറാൻ പറ്റൂ. മെറിറ്റ് ലിസ്റ്റ് 100 മാർക്കിലാണ്. 33% പാസിംഗ് മാർക്ക്. നിങ്ങൾ വായിച്ചു നോക്കാവുന്നതാണ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ. ഈ PDF-ൻ്റെ താഴെ തന്നെ ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 200 ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അതുപോലെ തന്നെ എക്സൈസ് സർവീസ് മാനിന് അപ്ലിക്കേഷൻ വിൽ ബി 100. ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 026022300098. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ TAD ഒന്നും ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. 49 rupees പെർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈടാക്കുന്നത്. അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഈ ചാനൽ ഒരു ഓഫറും കൂടി തരുന്നുണ്ട്. ഞങ്ങൾ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. 49 rupees രജിസ്ട്രേഷൻ ഫീ എടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കൂ.